ജൂൺ 1 മുതലാണ് ഇടവപ്പാതി. അതോർത്തും ഞങ്ങളുടെ കൂട്ടുമിഷൻ പ്രവർത്തകർ അവർക്കും കൂടി സംബന്ധിക്കുവാനുള്ള അവസരം ഒരുക്കിയുമാണ് ഞങ്ങളുടെ മകൾ ഡെബറയുടെ വിവാഹത്തിൻ്റെ റിസപ്ഷൻ നാട്ടിൽ മെയ് 31 വെച്ചത്. എന്നാൽ ഇടിച്ചുകുത്തി മഴ എന്ന് പറയുന്നത് പോലെ ഈ ആഴ്ച അതിഭയങ്കര മഴ. പല ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി, റെഡ് അലേർട്ട്, യെല്ലോ അലേർട്ട്. ഇങ്ങനെ ഇന്നലെ പ്രാർത്ഥിച്ചു. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ വീണ്ടും മഴ. 8 മണിക്ക് മഴ, 9 മണിക്ക് മഴ, 10 മണിക്ക് മഴ, 11 മണിക്ക് മഴ. 11 മണിയാകുമ്പോൾ റിസപ്ഷൻ പ്രോഗ്രാം തുടങ്ങുകയാണ്. ചിലർ വിളിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് വരുവാൻ സാധിക്കുകയില്ല, ചിലർ മെസ്സേജ് അയച്ചു. എന്നാൽ അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുടെ സമയത്ത് ഒരു ചെറിയ മയക്കം വന്നു. ആ സമയത്ത് തെളിഞ്ഞ ആകാശം സ്വപ്നത്തിൽ കണ്ടു. അപ്പോൾ അത് ദൈവം ചെയ്യും എന്നൊരു വിശ്വാസം. ഭാര്യ പ്രീതി ഞങ്ങൾ രാത്രി ഒരുമിച്ച് പ്രാർത്ഥിച്ചു. എന്നാൽ 11 മണിയാകുമ്പോഴും മഴ. 700 പേരുടെ ഫുഡ് ഓർഡർ ചെയ്തു. മനസ്സിലാരോ പറഞ്ഞു ഒരു 300 പേര് വന്നാൽ നല്ലത്. യോഗം തുടങ്ങി, റിസപ്ഷൻ പ്രോഗ്രാം തുടങ്ങി. ആദ്യം 250 കസേരകൾ മറ്റും ഉണ്ടായിരുന്നു. അത് നിറഞ്ഞപ്പോൾ കുറച്ചുകൂടെ ഇട്ടു, വീണ്ടും കുറച്ചുകൂടി ഇട്ടു. മെല്ലെ മഴ മാറി. എന്നാൽ മഴ മാറുവാൻ കാത്തിരുന്നവർക്ക് വരാൻ കഴിയില്ല. കാരണം 11 മണിക്കും മഴയുണ്ടായിരുന്നു. അവസാനം ഹാള് നിറഞ്ഞു, ബാൽക്കണി നിറഞ്ഞു. ഇന്നലെ 700 പേരുടെ ഫുഡ് 600 ആക്കാമോ എന്നവരോട് ചോദിച്ചപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം സാധനങ്ങളൊക്കെ വാങ്ങി. നമ്മളുടെ സുഹൃത്താണ് കാറ്ററിംഗ് നടത്തുന്നത്. ഭക്ഷണത്തിന് സമയം കഴിഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞു ഇത് എന്തൊരു അത്ഭുതമാണ്. എൻ്റെ കൂട്ടുകാരൻ മോൻസി പറഞ്ഞു, എടാ നിന്നെ സമ്മതിച്ചിരിക്കുന്നു. ഞാൻ പേടിച്ചു പോയി, ഭക്ഷണം തികയുമോ? ഒരു 750-800 ആളുകൾ ഇവിടെ വന്നിരുന്നു. ഇത്ര മഴയ്ക്ക് ദൈവം നമ്മൾ ക്ഷണിച്ചവരെ 700 പേർക്ക് ഫുഡ് പറഞ്ഞെടുത്ത് 750 പേരെങ്കിലും ഭക്ഷണം കഴിച്ചു. അത്രേ. ദൈവം ഹാള് നിറച്ചു, അനേകരുടെ മനസ്സ് നിറച്ചു. ഞങ്ങളെ, തന്റെ മക്കളെ ദൈവം ആദരിച്ചു. ഞങ്ങളെ ആത്മാർത്ഥതയോടെ സ്നേഹിക്കുന്നവർ ആ മഴയത്ത് അവിടെ എത്തി. ഭക്ഷണം തികഞ്ഞു, ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞു. ഞങ്ങളുടെ കുടുംബക്കാരെ, മിഷൻ പാർട്ട്നേഴ്സിനെ, നെയ്ബേഴ്സിനെ ഒക്കെ വിളിച്ച് അവരെ ഒന്ന് കെട്ടിപ്പിടിച്ച് ആശ്ലേഷിക്കുവാൻ, ഒന്ന് നന്ദി പറയുവാൻ, അവരോടൊപ്പം അല്പം സമയം ചിലവഴിക്കുവാൻ ഞങ്ങളുടെ മിഷൻ പാർട്ട്നേഴ്സുമൊത്ത്, ബീഹാറിലെ ഞങ്ങളുടെ മിഷൻ കുടുംബാംഗങ്ങളിൽ ചിലരുമൊത്ത് ഒരു സമയം ദൈവം നൽകി. ഡെബോറ, ജോഷ്, അവരുടെ റിസപ്ഷൻ, അനേകർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം അവസരം നൽകി. എല്ലാം നന്നായി നടന്നു. അതിൻ്റെ ആവശ്യങ്ങൾ കൃത്യമായി, അത്ഭുതകരമായി ദൈവം നടത്തി തന്നു. ആരോടും ചോദിക്കാതെ ദൈവം ആ കാര്യങ്ങൾ അത്ഭുതകരമായി നടത്തി തന്നു. എല്ലാ മഹത്വവും ദൈവത്തിന്. ആമേൻ.